കേരള രാഷ്ട്രീയത്തിലെ യുവമുഖങ്ങളിൽ കരുത്തനായ മന്ത്രി. മരുമകൻ എന്ന വിളിപ്പേരാണ് പ്രതിപക്ഷത്തിന് പ്രിയമെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ യുവത്വം എന്നത് കേവലം ഒരു പ്രായമല്ല, അതൊരു പ്രവർത്തന ശൈലിയാണെന്ന് തെളിയിച്ച വ്യക്തി. ചുവപ്പ് സേനാ കോട്ടകളിൽ നിന്ന് വളർന്ന് ഇന്ന് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന അമരക്കാരൻ. റോഡിലെ കുഴികൾക്കും കരാറുകാരുടെ അനാസ്ഥയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആരാണ് റിയാസ്? എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരുത്ത്? കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നാണ് ആ രാഷ്ട്രീയ കനൽ രൂപപ്പെട്ടത്. സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഫറൂഖ് കോളേജിലെ പ്രീ ഡിഗ്രി BCom കാലഘട്ടം. അവിടെ നിന്നുമാണ് റിയാസ് എന്ന SFI വിദ്യാർത്ഥി നേതാവിനെ കേരളം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. തുടർന്ന് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിയമ ബിരുദത്തിന് ചേർന്നതോടെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് മൂർച്ച കൂടി. DYFI എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ പദവി വരെ എത്തിയത് കഠിനാധ്വാനവും സമരവീര്യവും കൈമുതലാക്കിയാണ്. 2021 പിണറായി വിജയൻ മന്ത്രിസഭയിൽ എത്തുമ്പോൾ റിയാസിന് ലഭിച്ചത് വെല്ലുവിളികൾ നിറഞ്ഞ വകുപ്പുകളായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ വിപ്ലവകരമാണ്. റണ്ണിംഗ് കോൺട്രാക്ട് സിസ്റ്റത്തിലൂടെ റോഡുകളുടെ അറ്റകുറ്റപ്പണി ഉറപ്പാക്കി. പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുകൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഡിസൈൻ പോളിസി കൊണ്ടുവന്ന് കേരളത്തിലെ പാലങ്ങൾക്കും റോഡുകൾക്കും ഒരു പുതിയ മുഖം നൽകി. കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ അദ്ദേഹം ഉയർത്തിയ ശബ്ദം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടി. ടൂറിസം വകുപ്പിലും റിയാസിന്റെ സ്പർശനം വ്യക്തമാണ്. കോവിഡിന് ശേഷം തകർന്നടിഞ്ഞ ടൂറിസം മേഖലയെ കാരവൻ ടൂറിസത്തിലൂടെയും പ്രാദേശിക ടൂറിസം പദ്ധതികളിലൂടെയും അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ മലബാറിന് അർഹമായ ഇടം നൽകാൻ റിയാസിന് സാധിച്ചു. സിനിമാ ടൂറിസം, ലിറ്റററി ടൂറിസം തുടങ്ങിയ വൈവിധ്യമാർന്ന ആശയങ്ങൾ ഇന്ന് കേരളത്തിൽ ചർച്ചയാകുന്നുണ്ട്. വിമർശനങ്ങൾ റിയാസിനെ പിന്തുടർന്നിട്ടുണ്ട്. കുടുംബ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് എതിരാളികൾ കടന്നാക്രമിക്കുമ്പോഴും തന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം മറുപടി നൽകുന്നത്. സഭയ്ക്കകത്തും പുറത്തും കൃത്യമായ ഡാറ്റകൾ നിരത്തി സംസാരിക്കുന്ന റിയാസ് സൈബർ ഇടങ്ങളിലും വലിയ സ്വാധീനമുള്ള നേതാവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ പിൻഗാമി എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒന്നാണ്. 2025 കണക്കുകൾ പ്രകാരം കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഗണ്യമായി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മരുമകൻ എന്ന് പ്രതിപക്ഷവും BJPയും വീണ്ടും വീണ്ടും കണ്ണടച്ച് ഇരുട്ടാക്കുമ്പോൾ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ഇരുട്ടിലേക്ക് വെളിച്ചമാവുകയാണ് PA മുഹമ്മദ് റിയാസ്. അധികാരത്തിന്റെ ഗർവല്ല, ഉത്തരവാദിത്തത്തിന്റെ വേഗതയാണ് രാഷ്ട്രീയം എന്ന് തെളിയിക്കുന്ന യുവ നേതാവ്. കേരളത്തിന്റെ വികസന പാതകളിൽ മുഹമ്മദ് റിയാസ് എന്ന പേര് ഇന്ന് മാറ്റാനാകാത്ത വിധം രേഖപ്പെടുത്തിയിരിക്കുന്നു.